ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഗോവൻ സ്റ്റൈലിൽ നമുക്കൊരു നല്ല അടിപൊളി ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. ഏത് മീനും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മളുടെ നവര മീനുണ്ടല്ലോ, കിളിമീൻ എന്നാണ് നാട്ടിൽ ഇതിന് പറയുന്നത്. ആ കിളിമീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടതൊരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 2 നമ്മളുടെ ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട. പിന്നീട് നമുക്ക് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ചുവന്നുള്ളിയാണ് കേട്ടോ. ചെറിയുള്ളി ഉണ്ടല്ലോ, ആ ചെറിയുള്ളി ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു 4-5 എണ്ണം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്യാസ് ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒന്ന് ആ ഒരു പുറഭാഗം ഒന്ന് കളറൊക്കെ മാറി വരണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഫിഷ് ഫ്രൈക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഉള്ളിയുടെ ഈ ഒരു മൂപ്പ് അനുസരിച്ചായിരിക്കും. അപ്പോൾ അതൊരു കറക്റ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന്. നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റിൽ കഴിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഉള്ളി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ കൂട്ടുണ്ടല്ലോ, അതിനകത്തേക്ക് നമ്മളുടെ ഉള്ളിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. നമുക്ക് ഇതിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാശ്മീരി ചില്ലി നന്നായിട്ട് കുതിർത്തെടുക്കുന്ന നമ്മളുടെ മുഴുവനായിട്ടുള്ള മുളകാണ് വേണ്ടത്. ഞാനിവിടെ ഇപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ മുളക് പൊടി ചേർത്തതേ ഉള്ളേ. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1 ടീസ്പൂൺ നമ്മളുടെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളുടെ ഗോവൻ മസാല നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ആപ്പിൾ സൈഡർ വിനീഗറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് സിന്തറ്റിക് വിനാഗിരി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ മീൻ കഷ്ണങ്ങളിൽ ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇതുപോലെ വരഞ്ഞ് ഉപ്പൊക്കെ പാകത്തിനാക്കി നല്ല രീതിയിൽ നമ്മളുടെ മസാലയും കൂടെ അങ്ങ് തേച്ച് കൊടുക്കുക. ഭയങ്കര ടേസ്റ്റുള്ള നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഫിഷ് ഫ്രൈ ഇങ്ങനെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. എല്ലാ ഭാഗങ്ങളിലും ആക്കണം കേട്ടോ. നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഒരു 10-20 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് ഇപ്പം 10-20 മിനിറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന ആ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ അങ്ങ് വങ്ങിപ്പോകാത്ത രീതിയിലായിരിക്കണം കേട്ടോ. നല്ല ചൂടിലിട്ട് കൊടുക്കരുത്. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മളുടെ ഫിഷ് ഓരോന്നായിട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുത്താൽ മതിയാകും. നല്ല രുചിയാണ്. രുചിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാനൊന്നും മറക്കരുത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് കേട്ടോ. നമുക്ക് എല്ലാ ദിവസവും കഴിക്കുന്ന ഫിഷ് ഫ്രൈയേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഗോവൻ സ്റ്റൈൽ ഫിഷ് ഫ്രൈ അങ്ങനെ റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ ഈ ഫിഷ് ഫ്രൈ റെഡി ആക്കുമ്പോഴത്തേനും കുറച്ച് പഴകിയ മീനൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പും കൂടി ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഒരു വശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നാരകത്തിൻ്റെ 2-3 ഇലകളാണ്. അപ്പോൾ ഈ നാരകത്തിൻ്റെ ഇല നിങ്ങൾ ചെറുനാരകത്തിൻ്റെ ഇലയാണ് കേട്ടോ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ചെറുനാരകത്തിൻ്റെ ഇല നമ്മളുടെ അടുത്തുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ എത്ര നല്ല പഴകിയ ഫിഷാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യാസം വരുന്നതായിരിക്കും. നമുക്കങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ. കഴിക്കുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. നാരകത്തിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് ഇതുപോലെ ആ എണ്ണയിലേക്ക് ഒന്നാക്കി കൊടുത്താൽ മതിയാകും. അപ്പോൾ ആ എണ്ണ നന്നായിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലും ഗുണവും ഒക്കെ കിട്ടും കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സ്വാദിഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി മറ്റൊരു നല്ല ടിപ്പുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.